ഹായ് നമസ്കാരം, ഏവർക്കും SHR ഇൻഫോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വോട്ടർ ID കാർഡാണ്. വോട്ടർ ID കാർഡ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം, പ്രവാസി വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപേക്ഷ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, മീൻസ് ഈ വോട്ടർ ലിസ്റ്റിൽ വരേണ്ട ഫൈനൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 23-നാണ്. ആ വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റിൽ വരുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്. ഓക്കെ, ഈ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം വോട്ടർ ID ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 23 ആണ്. ഓക്കെ, അപ്പോൾ ജനുവരി 23 എന്നുള്ള ഡേറ്റ് നീട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഒരു 3-4 ദിവസം മുന്നെയാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ സൈറ്റിന് കുറച്ച് മെനക്കേടാണ്, കുറച്ച് സൈറ്റ് കിട്ടാതെ ആവലും ചില സമയത്ത് ഡൗൺ ആവലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ ആൾക്കാർ കയറുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 20 എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ജനുവരി 20. 20-ന് ശേഷം ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ജനുവരി 20, ഇനി 19 ദിവസം കൂടി നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് ഫോം 6 അഥവാ പുതിയ വോട്ടർ ID കാർഡിന് പുതിയ വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാം, അതിന് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മളിന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പുതുതായിട്ട് വോട്ട് ചേർക്കാൻ വേണ്ടി 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, ഫോട്ടോ, ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ, മുഖം ഫുള്ളായിട്ട് കാണുന്ന രൂപത്തിലൊരു ഫോട്ടോ. ഞാനിപ്പോൾ നേർക്ക് നിൽക്കുന്നില്ലേ, ഇതേപോലെ എൻ്റെ 2 ചുമൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖം ഫുള്ള്, ചെവി അടക്കം കാണുന്ന മുഖം ഫുള്ള് കാണുന്ന രൂപത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഓക്കെ, പിന്നെ വേണമെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു പ്രൂഫ്, പിന്നെ അഡ്രസ് പ്രൂഫ്. ആധാർ കാർഡിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് തന്നെ അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തിന് ആധാർ കാർഡ് പറ്റില്ല, അതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, അതിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് 1 മുതൽ 10 വരെയുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്തുള്ള പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് എന്താണ്, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സിലെല്ലാം നിങ്ങളുടെ ആധാർ കാർഡോ മറ്റു രേഖകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ കാർഡ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു 3-4 ദിവസം മുന്നേ കിട്ടും. അപ്പോൾ അതിന് ഡോക്യുമെൻ്റ് ആയിട്ട് ആ ഒരു ഗസറ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യാനുള്ള ഫോം ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കയറി നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. ഗസറ്റ് ഓഫീസറുടെ ഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് ഒരു ഫോട്ടോ ഒട്ടിച്ച് ഗസറ്റ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക, അത് വെച്ച് ആധാർ കാർഡിൽ അറ്റസ്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അഡ്രസ് പ്രൂഫ് കംപ്ലീറ്റ് ആയി, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുക, ജനുവരി 20 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നോർമൽ സാധാരണ ചെയ്യുന്ന പോലെ വോട്ടർ IDയിലേക്ക് പേര് ചേർക്കാൻ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, ഫോം 6-നെ കുറിച്ച്. ഇനി ഫോം 6A പ്രവാസി വോട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാസി വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാൻ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് വേണം. അവരുടെ മെയിൻ ഡോക്യുമെൻ്റ് പാസ്പോർട്ട്, അവരുടെ അവിടുത്തെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ റെസിഡൻ്റ് ID കാർഡ്, ഇക്കാമ, പതാക്ക എന്നൊക്കെ പറഞ്ഞ റെസിഡൻ്റ് ID കാർഡ്. പിന്നെ വേണ്ടതാണെന്ന് വെച്ചാൽ വിസ ഡീറ്റെയിൽസ് ആണ്. സൗദി പോലെ രാജ്യങ്ങളിൽ അല്ലാത്ത സൗദിയിലില്ല, ബാക്കിയുള്ള രാജ്യങ്ങളിൽ തന്നെ അവർ റെസിഡൻ്റ് ID കാർഡിൽ തന്നെ ID കാർഡ് നമ്പർ, വിസ നമ്പർ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിൽ തന്നെ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നുണ്ട്, സൗദിയിലും കാണിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് അറബിക് ലെറ്ററിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ബഷീറിലോ അതിൽ പിന്നെ 2-3 ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, വിസ ഡീറ്റെയിൽസ് കാണിക്കുന്ന ആപ്ലിക്കേഷനിൽ കയറി അവരുടെ വിസ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ
ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കൃത്യമായി കാണിക്കുന്ന രാജ്യങ്ങളാണ്. വിസ ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ID കാർഡ്, റെസിഡൻ്റ് ID കാർഡ് തന്നെ മതിയാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ വെക്കുന്നത് പ്രവാസിയായിട്ട് ഗൾഫിലുള്ള ആൾക്കാരുടെ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് കൃത്യമായ അഡ്രസ്സ്, നമ്മുടെ ഇവിടെ വീട്ടുപേര്, വീട് നിൽക്കുന്ന സ്ഥലം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ജില്ല, രാജ്യം എന്ന് പറയുന്ന രൂപത്തിൽ അവർക്കവിടെ ഡോർ നമ്പർ ഉണ്ടാവും, ബിൽഡിംഗ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പേരുണ്ടാവും, ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും, മെയിൻ സിറ്റി സ്ട്രീറ്റ് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്, സൗദി എമിറേറ്റ്സ് ഒക്കെ ഓരോ എമിറേറ്റ്സിന് ഓരോ രാജ്യം ഉണ്ടാവുമല്ലോ. മീൻസ് ദുബായ്, ഷാർജ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സിറ്റി ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരുടെ രാജ്യം UAE ആണെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അങ്ങനെ കൊടുക്കാം. അതല്ല ദോഹ, ഖത്തർ, രണ്ടും തന്നെയാണല്ലേ, സോറി, ദോഹ ഉണ്ട്, ഖത്തർ ഉണ്ട്, പിന്നെ ഒമാൻ ഉണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങൾ, സൗദി അറേബ്യ ഓരോ രാജ്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് സിപ്പ് കോഡാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്, സിപ്പ് കോഡ് എന്നീ കാര്യങ്ങൾ വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ ഏത് വെക്കും എന്നുള്ളതാണ്. പ്രവാസികൾക്ക് മൊബൈൽ നമ്പർ ഏത് വെക്കും? സാധാരണ ഫോം 6 നാട്ടിലുള്ള ആൾക്കാർക്ക്, ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആധാറിൽ ചേർത്ത മൊബൈൽ നമ്പർ കൊടുക്കാം എന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് ആധാറിൽ ചേർത്ത നമ്പർ ഉണ്ടെങ്കിൽ പോലും അവരെ ആ മൊബൈൽ ചിലപ്പോൾ അവർ ഗൾഫിലേക്ക് എടുത്തന്നെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആയിരിക്കും, ചിലപ്പോൾ ആ മൊബൈൽ കട്ടായിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പറയുന്നത് വിളിച്ചാൽ കിട്ടുന്ന നാട്ടിലെ നിങ്ങളുടെ ബന്ധുവിൻ്റെ മൊബൈൽ നമ്പർ വെക്കുക, രക്ഷിതാവിൻ്റെ, മാതാവ്, പിതാവ്, ഏട്ടൻ, അനുജൻ, അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID വെക്കുന്നുണ്ടെങ്കിൽ വെക്കാൻ നിർബന്ധമില്ല. ഓക്കെ, വിളിച്ചാൽ കിട്ടണം. അവർ മുഖാന്തരം നിങ്ങൾ ഗൾഫിലെ കോൺടാക്റ്റ് കൊടുത്ത് BLOക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വിളിച്ചാൽ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. നാട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയുള്ള എന്താണ്? ഫോം 8 ആണ്. ഫോം 8 കറക്ഷനിൽ വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പേരാണെങ്കിൽ പേര് കാണിക്കാൻ ഇനി മുതൽ അങ്ങോട്ടേക്ക് ആധാർ കാർഡ് മാത്രമായിരിക്കും മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ട് ഉണ്ടാവുക. കാരണം ആധാർ കാർഡിലെ പോലെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആധാർ കാർഡിൽ തെറ്റാണ്, SSLC ബുക്കിൽ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിലാണ് പേര് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ BLOയെ നേരിട്ട് കാണുക, അവരുടെ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക എന്ന് മാത്രമാണ്. കാരണം ഇനി മുതൽ അങ്ങോട്ടേക്ക് ആധാർ കാർഡ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത് ഓൺലൈൻ സിഗ്നേച്ചർ, ഓൺലൈൻ ഓതൻറ്റിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ പോലെ മാത്രമേ നിങ്ങൾ പേര് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആധാർ കാർഡ്, SSLC ബുക്ക്, ഫോട്ടോ ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ പേര് കാണിക്കാനുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ കൂടി ആധാർ കാർഡിലെ പോലെ മാത്രമേ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ അല്ലാത്ത കേസുകൾ, ഇപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, SSLC ബുക്കിൽ ആധാർ കാർഡിൽ ഒരേ പേരായിരിക്കും, പക്ഷേ ആധാർ കാർഡിൽ ഡോട്ട് അല്ലെങ്കിൽ 2 സ്പേസ് കൂടുതലൊക്കെ വരുന്നതാണെങ്കിൽ, അങ്ങനെ കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പേരിൻ്റെ കൂടെ ഇനീഷ്യലിൻ്റെ കൂടെ ഒരു ഡോട്ട് വരുന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. പകരം BLOയെ കോൺടാക്ട് ചെയ്ത് അവരുടെ ആപ്ലിക്കേഷൻ വഴി തന്നെ ചെയ്യണം. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ, ആധാർ കാർഡിൽ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ കറക്ഷൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ആധാർ കാർഡിൽ കറക്ഷൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കറക്ഷൻ ചെയ്ത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ അഡ്രസ്സ് കറക്ഷൻ ആണെങ്കിൽ ആധാർ കാർഡിൽ അഡ്രസ്സിന് അത് തന്നെ മതി. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ഇതൊക്കെ അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല അത്രയേ ഉള്ളൂ. ഫോം 6, 6A, 8. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം 7 ഡിലീഷൻ ഉണ്ട്. ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുക. അതിന് വേണ്ടത് ആ വോട്ടർ ID കാർഡ്, ആരുടെയാണ് ഒഴിവാക്കേണ്ട അവരുടെ ID കാർഡ്, പിന്നെ അപേക്ഷ കൊടുക്കുന്നയാളുടെ ID കാർഡ്, ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡിലീഷൻ നമ്മൾ ചെയ്യണമെന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ SIRൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ വോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്ട്രാ നമ്മൾ പണിയെടുക്കേണ്ടി വരില്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റും. ഫോം 7 ഉപയോഗിച്ച് ഡിലീഷൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ BLO വഴി കോൺടാക്ട് ചെയ്യാം. അതിൽ പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാം. അതിന് ആ ID കാർഡ് നമ്പർ, ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ട ID കാർഡ് നമ്പർ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തത്, അവർ ഒന്നുകിൽ സ്ഥലം മാറി ഇവിടെ നിന്ന് വേറെ ബൂത്തിലേക്ക് മീൻസ് താമസം മാറി, പക്ഷേ ഇതൊരു ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അതിൽ പിന്നെ അവർ പ്രവാസിയായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഡിലീറ്റ് ചെയ്യാം. ആൾ മരണപ്പെട്ടു, ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ എനിക്കിപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വോട്ട് ആവശ്യമുണ്ട് എങ്കിൽ അതിന് അപ്പീൽ കൊടുക്കാൻ നിങ്ങളുടെ BLOയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞൊന്ന് കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ വന്നാൽ ഞാൻ അതിനനുസരിച്ചിട്ട് മറുപടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.